നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നർ സ്പിയർ മെക്കാനിസം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്തെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്തെ പോലെ തന്നെ ഒരു പ്രിക്കസർ കോംപ്ലക്സ്, പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, പിന്നെ ഡിസോസിയേഷൻ ടു ഫോം ദ ഫൈനൽ പ്രോഡക്റ്റ്. പക്ഷെ ഇതിനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഔട്ടർ സ്പിയറിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നർ സ്പിയറിൻ്റെ അകത്ത് അവിടെ ഒരു ലിഗാൻഡ് ട്രാൻസ്ഫറും കൂടെ നടക്കുന്നുണ്ട്. ദർ ഈസ് എ ലിഗാൻഡ് ഓർ ദർ ഈസ് എ ബ്രിഡ്ജിങ് ലിഗാൻഡ് ദാറ്റ് ബൈൻഡ്സ് ദ ടു മെറ്റൽ സെന്റേഴ്സ് ടു ഫോം എ ബൈന്യൂക്ലിയർ ഇന്റർമീഡിയറ്റ്. അപ്പൊ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഫോർമേഷൻ ഓഫ് ബൈന്യൂക്ലിയർ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ ആ ബൈന്യൂക്ലിയർ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് നടക്കത്തുള്ളൂ. ഇപ്പൊ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്നർ സ്പിയർ മെക്കാനിസം നടക്കേണ്ടിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ബ്രിഡ്ജിങ് ലിഗാൻഡ്. ബ്രിഡ്ജിങ് ലിഗാൻഡിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ഹാവ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ apart from that used for binding with the metal center to bind with the second metal center. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ലിഗാൻഡിന് ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പൊ CO NH3 6 ടൈംസും CONH3 5 ടൈംസ് Cl കൂടെ എടുക്കുമ്പോൾ ഓർക്കുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? CONH3 6 ടൈംസും CONH3 5 ടൈംസ് Cl2+ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ദ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫോർ ദിസ് കോംപ്ലക്സ് ഒക്കേഴ്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താ? ഹിയർ ദർ ഈസ് എ പ്രസൻസ് ഓഫ് ബ്രിഡ്ജിങ് ലിഗാൻഡ്. ഇവിടെ അമോണിയക്കകത്ത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ. അപ്പൊ ഇതിന്റെ ആയിരിക്കും റേറ്റ് ഓഫ് അല്ലെങ്കിൽ റെഡോക്സ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ. സോ ദ നേച്ചർ ഓഫ് ദ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഇന്നർ സ്പിയർ മെക്കാനിസം. ഇപ്പം നമ്മളിവിടെ ക്ലോറിൻ വേറെ വേറെ ലിഗാൻസ് ആണ്, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഈ 3 എടുക്കുവാണ്. സെയിം കോംപ്ലക്സ് തന്നെ ഈ 3 ലിഗാൻഡ് എടുക്കുന്നെങ്കിൽ I- വരുമ്പോഴായിരിക്കും അവിടെ റേറ്റ് കൂടുതലാകുന്നത്. ബിക്കോസ് ഓഫ് ദ ഹൈ ന്യൂക്ലിയോഫിലിസിറ്റി ഓഫ് I- അയോൺ. ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി I- കൂടുതൽ. അപ്പൊ I- അവിടെ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ബ്രിഡ്ജിങ് ലിഗാൻഡിന്റെ. പിന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കാരണം ഇപ്പൊ നമ്മൾ വാട്ടറും ഇപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് CONH3 5 ടൈംസ് H2Oയും 2+ഉം CONH3 5 ടൈംസ് OHും കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇതിന്റെ റേറ്റ് ആയിരിക്കും കൂടുതൽ. ഇതിൻ്റെ അകത്ത് ഓക്സിജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ ആ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ബ്രിഡ്ജിങ് ലിഗാൻഡിന് സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ അങ്ങനെ ബ്രിഡ്ജിങ് ലിഗാൻഡിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും ഇവിടെ റിയാക്ഷൻ, അതായത് ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറും കൂടി ഉണ്ട് നമുക്ക് ഇനി പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ടേമും കൂടി, അഡ്ജസന്റ് ആൻഡ് റിമോട്ട് അറ്റാക്ക് എന്ന് പറയും. അഡ്ജസന്റ് ആൻഡ് റിമോട്ട് അറ്റാക്ക് ശരിക്കും വരുന്നത് ആംബിഡെന്റേറ്റ് ലിഗാൻസ് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സിൽ ഇഫ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് അഡ്ജസന്റ് ആൻഡ് റിമോട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയും. ഇനി അഡ്ജസന്റ് അറ്റാക്ക് എന്താണ്, റിമോട്ട് അറ്റാക്ക് എന്താണ്? The use of oxidant with polyatomic bridging ligand undergoes remote and adjacent attack. Polyatomic bridging ligand എന്ന് പറഞ്ഞാൽ it is ambidentate ligand, that is they will have 2 ligating atoms in their structure. ഇപ്പൊ നമ്മളിവിടെ NCS തയോസൈനേറ്റും ഐസോതയോസൈനേറ്റും എടുക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് both sulfur and nitrogen has lone pair of electron and they can bind to the metal center.
അപ്പൊ NCS മൈനസ് ഈസ് സൾഫർ ബൗണ്ട് ടു ആൻ ഓക്സിഡന്റ് CO NH3 5 times SCN 3+. ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. ഇതിൻ്റെ അകത്ത് മെറ്റലിലേക്ക് ബൗണ്ട് ചെയ്തിരിക്കുന്ന സെന്റർ ഏതാ, അല്ലെങ്കിൽ ലിഗേറ്റിംഗ് ആറ്റം എന്ന് പറയുന്നത് സൾഫർ ആണ്. The nitrogen end of the ligand can be attacked by the reductant Cr H2O 6 times 2+. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓക്സിഡന്റും റെഡക്റ്റന്റും ഏതാ, CO NH3 5 times SCN 3+ഉം Cr H2O 6 times 2+ഉം. അപ്പൊ ആ ഇന്നർ സ്പിയർ മെക്കാനിസം ആണ് ഇതിൽ നടക്കുന്നതെങ്കിൽ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ദ ഫോർമേഷൻ ഓഫ് ദ ബൈന്യൂക്ലിയർ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ കോംപ്ലക്സിന്റെ അകത്ത് എങ്ങനെ വരും, CO NH3 5 times CO SCN. രണ്ടാമത്തെ മെറ്റൽ സെന്റർ ഏതാ, ക്രോമിയം. വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യും, Cr H2O 5 times. അപ്പൊ നോക്കിക്കേ, ദ സൾഫർ ആറ്റം ഈസ് ബൗണ്ട് ടു ദ ഓക്സിഡന്റ് ആൻഡ് ദ നൈട്രജൻ ആറ്റം ഈസ് ബൗണ്ട് ടു ദ റെഡക്റ്റന്റ്. ഇങ്ങനെയാണ് നമ്മുടെ ബ്രിഡ്ജിങ് ഇന്റർമീഡിയറ്റ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് സൾഫർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തയോസൈനേറ്റ് എന്ന് പറയുന്നത് 2 ലിഗേറ്റിംഗ് ആറ്റം ഉണ്ടെന്ന് പറഞ്ഞ് സൾഫറും നൈട്രജനും. ഈ തയോസൈനേറ്റ് എന്ന് പറയുന്ന ആ ലിഗാൻഡിന് ഇറ്റ് ഹാസ് എ ബെൻഡ് സ്ട്രക്ചർ, ലീനിയർ സ്ട്രക്ചർ അല്ല, അതിനൊരു ബെൻഡ് സ്ട്രക്ചർ ആണ്. അപ്പം ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദ റെഡക്റ്റന്റ് ക്യാൻ അറ്റാക്ക് ദ സൾഫർ ആറ്റം ഓൾസോ. ഇങ്ങനെ ഒരു പോസിബിലിറ്റി മാത്രമല്ല, റെഡക്റ്റന്റിന് സൾഫർ, റെഡക്റ്റന്റ് എന്ന് പറയുന്ന ആരാ, നമ്മുടെ Cr H2O 6 times ആണ് റെഡക്റ്റന്റ് എന്ന് പറയുന്നത്. ദ റെഡക്റ്റന്റ് the reductant can attack the sulfur atom of thiocyanate ligand. ഇങ്ങനെ ഒരു പോസിബിലിറ്റിയും അവിടെയുണ്ട്. മനസ്സിലായോ? കാരണം എന്താ, ഇതിന്റെ ബെൻഡ് സ്ട്രക്ചർ കാരണം it is possible to be attacked by the reductant at the sulfur atom directly bound to the oxidant metal ion because it possesses 2 lone pair of electron. സൾഫർ ആറ്റത്തിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, നൈട്രജൻ ആറ്റത്തിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവിടെ ബെൻ സ്ട്രക്ചർ ആയതുകൊണ്ട് സൾഫറിനും നൈട്രജനും റെഡക്റ്റന്റെ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ വെൻ അറ്റാക്ഡ് അറ്റ് ദ സൾഫർ ബൗണ്ട് ടു ഓക്സിഡന്റ് വി കോൾ ഇറ്റ് ആസ് അഡ്ജസന്റ് അറ്റാക്ക്. സൾഫറുമായിട്ട് വന്ന് റെഡക്റ്റന്റ് ബൗണ്ട് ചെയ്യുവാണെങ്കിൽ, ഓക്സിഡന്റ് ബൗണ്ട് ചെയ്തിരിക്കുന്ന സൾഫർ ആറ്റത്തിലോട്ടാണ് റെഡക്റ്റന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ അഡ്ജസന്റ് അറ്റാക്ക് എന്ന് പറയും. അടുത്തടുത്തല്ലേ. ഇഫ് ദ അറ്റാക്ക് ഒക്കേഴ്സ് അറ്റ് ദ റിമോട്ട് നൈട്രജൻ ആറ്റം, മാറിയ കിടക്കുന്ന റിമോട്ട് നൈട്രജൻ ആറ്റം ബൈ ദ റെഡക്റ്റന്റ് we call it as a remote attack. അപ്പൊ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പം അവിടെ അഡ്ജസന്റ് അറ്റാക്കും റിമോട്ട് അറ്റാക്കും പോസിബിൾ ആണ്. അഡ്ജസന്റ് എന്താണ്, റിമോട്ട് എന്താന്ന് മനസ്സിലായില്ലേ? അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ അടുത്ത് കിടക്കുന്ന, അതായത് ഓക്സിഡന്റ് അടുത്ത് കിടക്കുന്ന ആറ്റത്തെ വന്ന് റെഡക്റ്റന്റ് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അഡ്ജസന്റും, ഓക്സിഡന്റിൽ നിന്നും മാറിക്കിടക്കുന്ന ആറ്റത്തെ വന്ന് റെഡക്റ്റന്റ് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അത് റിമോട്ട് അറ്റാക്കും ആകും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതിലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റ്. മനസ്സിലായോ? അപ്പൊ ഈ ബോണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഹാർഡ് ഇന്ററാക്ഷൻ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണെങ്കിൽ മാത്രമേ ഈ ബോണ്ടിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്ന ഹാർഡ് ആണ്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എന്ന് പറയുന്നത് 2+ ആണ്. അപ്പൊ ക്രോമിയം 2+ ഹാർഡ് ആണോ എന്ന് നോക്കണം.
അങ്ങനെയാണെങ്കിൽ ഈ ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റിന് സ്റ്റെബിലിറ്റി ഉണ്ട്. സൾഫർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. ഇപ്പൊ ക്രോമിയം 2+ സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു അറ്റാക്ക് പോസിബിൾ ആകൂ. അപ്പൊ ശരിക്കും ഈ ഇന്നർ സ്പിയറിന്റെ അകത്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ലിഗാൻഡ് പോകുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നതും അഡ്ജസന്റ് ആണോ റിമോട്ട് അറ്റാക്ക് ആണോ നടക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതും ശരിക്കും ഈ HSAB പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു പോർഷനും കൂടെ ഉള്ളായിരുന്നു ഇതിൻ്റെ അകത്ത് ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് പറയാൻ. അപ്പം ഇന്നർ സ്പിയർ മെക്കാനിസം ഇസ് ഓൾ അബൌട്ട് ദ ഫോർമേഷൻ ആൻഡ് ദ ക്ലീവേജ് ഓഫ് ബോണ്ട് in which a bridged binuclear complex is formed first, in which a bridging ligand binds the two metal centers. After the formation of the binuclear intermediate, the electron transfer will take place. The nature of the bridging ligand is an important factor in inner sphere mechanism. കേട്ടോ, അഡ്ജസന്റ് റിമോട്ട് അറ്റാക്ക് എന്താണെന്ന് അറിയണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന ഇപ്പൊ ലിഗാൻഡിന്റെ ട്രാൻസ്ഫർ നടക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. എങ്കിൽ മാത്രമേ ലിഗാൻഡ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. പിന്നെ ഇന്നർ സ്പിയർ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ദ ബ്രിഡ്ജിങ് ലിഗാൻഡ്. ബ്രിഡ്ജിങ് ലിഗാൻഡ് ബൾക്കി ആണെങ്കിൽ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റും കുറഞ്ഞു പോകും. പിന്നെ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇന്നർ സ്പിയർ മെക്കാനിസം കേട്ടോ. ഓക്കെ, താങ്ക് യു.